നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭീകരനായ കൊലയാളി പിടിക്കപ്പെടുന്നു. സമർത്ഥമായി പതിറ്റാണ്ടുകൾ ജനങ്ങളെയും പോലീസിനെയും പറ്റിച്ചുകൊണ്ട് അയാൾ സമൂഹത്തിൽ മാന്യനായി നടന്നു. സ്വന്തം വീട്ടുകാർക്കോ അയൽവാസികൾക്കോ പോലും അറിവില്ലായിരുന്നു അയാൾ ഒരു മനുഷ്യ പിശാചായിരുന്നുവെന്ന്. പോലീസിനെതിരെ സമർത്ഥമായി കരുക്കൾ നീക്കി 40 വർഷം തള്ളിക്കൊണ്ടുപോയ അയാൾ ഒടുക്കം എങ്ങനെ പിടിക്കപ്പെട്ടു? പോലീസിന്റെ മിടുക്കുകൊണ്ടായിരുന്നുവോ? അതല്ലെങ്കിൽ ദൃശ്യം 2-വിൽ ജോർജ് കുട്ടിയെ കുടുക്കിയ ദൃക്സാക്ഷിയെ പോലെ ആരെങ്കിലും പിന്നീട് വന്നുവോ? ഇതൊന്നുമായിരുന്നില്ല. അയാൾ വിചാരിച്ചിട്ട് പോലുമില്ലാത്ത ഒരു ശാസ്ത്രീയ വിപ്ലവം അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. താൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ തെളിവുകളെല്ലാം താൻ തന്നെ നശിപ്പിച്ചു എന്ന് അയാൾ വിശ്വസിച്ചു. ആരും തന്നെ ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. പക്ഷേ കാലം അയാൾക്ക് ഒരു തകർപ്പൻ ക്ലൈമാക്സ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജനിതക ശാസ്ത്രം അഥവാ ജനറ്റിക് ജീനിയോളജി എന്ന അത്ഭുത ശാസ്ത്രം അയാളുടെ വാതിൽക്കൽ ഒടുക്കം വിലങ്ങുമായി എത്തി. ഇന്ന് ആ കഥയാണ് ഞാൻ പറയുന്നത്. അമേരിക്കയെ മുൾമുനയിൽ നിർത്തിയ ഗോൾഡൻ സ്റ്റേറ്റ് കില്ലറുടെ കഥ. 1970കളുടെ മധ്യകാലം. അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനം ഒരു വലിയ ഭീതിയുടെ നിഴലിലായിരുന്നു. ആളുകൾ സമാധാനത്തോടെ ഉറങ്ങിയിരുന്ന രാത്രികൾ പെട്ടെന്ന് മാഞ്ഞുപോയി. വീടുകളുടെ ജനലുകൾ അടച്ചിട്ടു. വാതിലുകൾക്ക് ഇരട്ട പൂട്ടുകൾ വന്നു. ജനങ്ങളുടെ ഉറക്കം കെടുത്താൻ ഒരാൾ അവിടുത്തെ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ അത് വെറുമൊരു മോഷണ പരമ്പരയായിരുന്നു. രാത്രിയുടെ മറവിൽ ആരും അറിയാതെ വീടുകളിൽ കയറുക, പണവും ആഭരണങ്ങളും മോഷ്ടിക്കുക, ആളുകളെ ഭയപ്പെടുത്തുക. എന്നാൽ അധികം വൈകാതെ ആ മോഷണം ഭീകരമായ ബലാത്സംഗങ്ങളിലേക്കും ക്രൂരമായ കൊലപാതകങ്ങളിലേക്കും വഴിമാറി. ആ കുറ്റവാളി തികച്ചും ക്രൂരനായിരുന്നു. അയാളുടെ ആക്രമണ രീതി വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. അയാൾ ഏതെങ്കിലും ഒരു വീട് പെട്ടെന്ന് കയറി ആക്രമിക്കുകയായിരുന്നില്ല. ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അയാൾ ആ വീടും അവിടുത്തെ നിവാസികളെയും നിരീക്ഷിക്കും. അവരുടെ ദിനചര്യകൾ കൃത്യമായി മനസ്സിലാക്കും. വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോൾ വളരെ നിശബ്ദനായി അയാൾ അകത്ത് കടക്കും. ടോർച്ച് വെളിച്ചം അവരുടെ മുഖത്തേക്ക് അടിച്ച് അവരെ ഉണർത്തും. ഭർത്താവിനെയും ഭാര്യയെയും ബന്ധിക്കും. അതിനുശേഷം ദാക്ഷിണ്യമില്ലാതെ അവരെ ഉപദ്രവിക്കും. ചിലപ്പോൾ മണിക്കൂറുകളോളം അയാൾ ആ വീടുകളിൽ ചെലവഴിക്കും. ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ എടുത്തു കഴിക്കും. വളരെ ശാന്തനായി എന്നാൽ തികഞ്ഞ വില്ലനായി അയാൾ അവിടെ പെരുമാറും. അതിനുശേഷം യാതൊരു അടയാളവും ശേഷിപ്പിക്കാതെ അയാൾ അപ്രത്യക്ഷനാവുകയും ചെയ്യും. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ കുറ്റവാളി അറിയപ്പെട്ടത്. വിസാലിയ എന്ന സ്ഥലത്ത് മോഷണം നടത്തിയപ്പോൾ ഇയാളെ വിസാലിയ റാൻസാക്കർ എന്ന് വിളിച്ചു. സാക്രമെന്റോയിൽ ബലാത്സംഗങ്ങൾ നടത്തിയപ്പോൾ ഈസ്റ്റ് ബേ ഏരിയ റേപ്പിസ്റ്റ് എന്ന് ഇയാളെ വിളിച്ചു. പിന്നീട് ദക്ഷിണ കാലിഫോർണിയയിൽ കൊലപാതകങ്ങൾ നടത്തിയപ്പോൾ നൈറ്റ് സ്റ്റോക്കർ എന്നും ഇയാൾക്ക് വിളിപ്പേര് വന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരേ ഒരാളാണെന്ന് ലോകം തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് അയാൾക്ക് ഗോൾഡൻ സ്റ്റേറ്റ് കില്ലർ എന്ന ഭീകരമായ പേര് വീണത്. അതായത് കാലിഫോർണിയയിലെ കൊലയാളി. ഔദ്യോഗിക കണക്കുകൾ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. കുറഞ്ഞത് 13 കൊലപാതകങ്ങൾ, 50-ലധികം ഭീകരമായ ബലാത്സംഗങ്ങൾ, 120-ലധികം വൻ കവർച്ചകൾ. ഇതെല്ലാം ചെയ്തത് ഒരേ ഒരു വ്യക്തിയായിരുന്നു. കാലിഫോർണിയൻ പോലീസ് സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് അന്വേഷണം നടത്തി. FBI രംഗത്തിറങ്ങി. ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. നൂറുകണക്കിന് ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് പോലീസിന് അയാളെ പിടികൂടാൻ കഴിയാതിരുന്നത്? അവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ സർപ്രൈസ് ഇരിക്കുന്നത്. ആ കുറ്റവാളി പോലീസിന്റെ തന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു. കാരണം അയാൾ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതെ, നമ്മെ സംരക്ഷിക്കേണ്ട നിയമപാലകൻ തന്നെയായിരുന്നു ആ ഭീകരൻ. അയാളുടെ പേര് ജോസഫ് ജെയിംസ് ഡി ആഞ്ചലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അന്വേഷണ സംഘങ്ങൾ എങ്ങനെയാണ് തെളിവുകൾ ശേഖരിക്കുന്നത് എന്ന് ഡി ആഞ്ചലോയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. വിരലടയാളങ്ങൾ എങ്ങനെ ഒഴിവാക്കണമെന്ന് അയാൾക്ക് കൃത്യമായി അറിവുണ്ടായിരുന്നു. ഏതൊക്കെ തരം തെളിവുകളാണ് പോലീസ് തിരയുക എന്ന് അയാൾ പഠിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് ഒരു വിരലടയാളം പോലും അയാൾ ബാക്കി വെച്ചില്ല. 1979 ഒരു കടയിൽ നിന്ന് ചെറിയൊരു സാധനം മോഷ്ടിച്ചതിന് ഇയാളെ പോലീസ് ജോലിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ ഇയാൾ തന്നെയാണോ ഈ വൻ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്ന് ആരും സംശയിച്ചില്ല. അയാൾ വളരെ സാധാരണക്കാരനായി ജീവിച്ചു. ഒരു ട്രക്ക് മെക്കാനിക്കായി ജോലി നോക്കി. കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിച്ചു. ഒരു നല്ല അയൽക്കാരനായി അഭിനയിച്ചു. അയാളുടെ വീടിന് ചുറ്റുമുള്ളവർ വിചാരിച്ചത് അയാൾ ശാന്തനായ ഒരു വൃദ്ധനാണ് എന്നാണ്. എന്നാൽ ആ സൗമ്യമായ മുഖംമൂടിക്ക് പിന്നിൽ രക്തദാഹിയായ ഒരു രാക്ഷസൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. 1980കൾ കഴിഞ്ഞു, 90കൾ കഴിഞ്ഞു, 2000-ലെത്തി. കേസ് ഒരു കോൾഡ് കേസായി മാറിയിരുന്നു. അതായത് തെളിവുകളില്ലാതെ അന്വേഷണം മുന്നോട്ട് പോകാതെ അടച്ചുവെച്ച ഒരു കേസ്. എന്നാൽ അന്വേഷകർ പൂർണ്ണമായി പ്രതീക്ഷ കൈവിട്ടില്ല.
കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നിന്ന് പണ്ടെങ്ങോ ശേഖരിച്ച DNA സാമ്പിളുകൾ പോലീസിന്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പോലീസിന്റെ കൈവശമുള്ള കുറ്റവാളികളുടെ ഡാറ്റാബേസ് ആയ കോഡീസിൽ ഈ DNA പരിശോധിച്ചപ്പോൾ യാതൊരു മാച്ചും ലഭിച്ചില്ല. കാരണം ഡി ആഞ്ചലോ മുൻപ് DNA സാമ്പിൾ നൽകേണ്ട തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഒന്നും പിടിക്കപ്പെട്ടിരുന്നില്ല. പരമ്പരാഗത പോലീസ് അന്വേഷണ വഴികളെല്ലാം അടഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ശാസ്ത്ര ലോകത്ത് ഒരു പുതിയ വിപ്ലവം സംഭവിക്കുന്നത്. അതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജനറ്റിക് ജീനിയോളജി. 2018 കേസ് അന്വേഷിച്ച സംഘം വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു. അവർ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റിനെ ആശ്രയിക്കാൻ തീരുമാനിച്ചു. ആ വെബ്സൈറ്റിന്റെ പേരായിരുന്നു GED മാച്ച്. എന്താണ് ഈ GED മാച്ച്? നമ്മളിൽ പലരും തങ്ങളുടെ പാരമ്പര്യം അറിയാൻ, അതല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തങ്ങളുടെ ബന്ധുക്കളെ കണ്ടെത്താൻ DNA പരിശോധന നടത്താറുണ്ട്. അത്തരം DNA വിവരങ്ങൾ ആളുകൾ സ്വമേധയാ അപ്ലോഡ് ചെയ്യുന്ന ഒരു സൗജന്യ പ്ലാറ്റ്ഫോമാണ് GED മാച്ച്. അന്വേഷകർ കുറ്റസ്ഥലത്ത് നിന്ന് കിട്ടിയ DNA സാമ്പിൾ ഒരു വ്യാജ പേരിൽ ഈ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു. അവർ പ്രതീക്ഷിച്ചത് ഡി ആഞ്ചലോയുടെ നേരിട്ടുള്ള DNA വിവരങ്ങൾ അവിടെ കാണുമെന്നല്ല. പക്ഷേ ഒരു അത്ഭുതം സംഭവിച്ചു. ആ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികളുടെ DNA കുറ്റവാളിയുടെ DNAയുമായി പൊരുത്തപ്പെട്ടു. അത് ഡി ആഞ്ചലോയുടെ DNA ആയിരുന്നില്ല, മറിച്ച് അയാളുടെ വിദൂര ബന്ധുക്കളുടെ DNA ആയിരുന്നു. ഏകദേശം 3ാമത്തെയോ 4ാമത്തെയോ തലമുറയിലുള്ള ബന്ധുക്കൾ. അന്വേഷകർക്ക് ഇരുട്ടിൽ ഒരു വലിയ വെളിച്ചം ലഭിച്ചു. അവിടെ നിന്നാണ് യഥാർത്ഥ മാജിക് ആരംഭിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും ജനറ്റിക് വിദഗ്ധരും ചേർന്ന് ഒരു വൻ ദൗത്യം ഏറ്റെടുത്തു. ആ വിദൂര ബന്ധുക്കളിൽ നിന്ന് തുടങ്ങി പിന്നോട്ട് സഞ്ചരിച്ച് ഒരു വലിയ കുടുംബ വൃക്ഷം അല്ലെങ്കിൽ ഫാമിലി ട്രീ അവർ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് വളരെ സങ്കീർണമായ ഒരു ജോലിയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ജനന മരണ സർട്ടിഫിക്കറ്റുകൾ അവർ പരിശോധിച്ചു. സെൻസസ് രേഖകൾ പരതി. പഴയ പത്രവാർത്തകൾ, വിവാഹ രേഖകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയെല്ലാം പഠിച്ചു. അങ്ങനെ 100 കണക്കിന് ആളുകൾ അടങ്ങുന്ന വലിയൊരു കുടുംബ വൃക്ഷം അവർ പൂർത്തിയാക്കി. ഇനി അവരുടെ മുന്നിലുള്ള ചോദ്യം ഒന്നായിരുന്നു: ഈ കൂറ്റൻ കുടുംബ വൃക്ഷത്തിലെ ഏത് ശാഖയിലാണ് ആ യഥാർത്ഥ കൊലയാളി ഒളിച്ചിരിക്കുന്നത്? അന്വേഷകർ ശാസ്ത്രീയമായ രീതിയിൽ ആളുകളെ ഒഴിവാക്കാൻ തുടങ്ങി. അവർ ചില മാനദണ്ഡങ്ങൾ വെച്ചു. കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രതിക്കുണ്ടായിരിക്കേണ്ട പ്രായം, ലിംഗഭേദം, പ്രതി ഒരു പുരുഷനാണ്, 1970കളിലും 80കളിലും ഈ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. ഈ മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോൾ കുടുംബ വൃക്ഷത്തിലെ ആയിരക്കണക്കിന് പേരുകൾ വെട്ടിമാറ്റപ്പെട്ടു. ഒടുവിൽ പട്ടിക ചുരുങ്ങി ഒരേ ഒരു പേരിലേക്ക് എത്തി നിൽക്കുന്നു: ജോസഫ് ജെയിംസ് ഡി ആഞ്ചലോ. പോലീസിന് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നാൽ പോലീസിന് തിടുക്കം കൂട്ടാൻ കഴിയില്ലായിരുന്നു. കോടതിയിൽ തെളിയിക്കാൻ ശക്തമായ തെളിവ് വേണം. അതുകൊണ്ട് 2018 ഏപ്രിലിൽ പോലീസ് ഡി ആഞ്ചലോയെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അയാൾ അറിയാതെ അയാളുടെ DNA സാമ്പിൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു ദിവസം ഡി ആഞ്ചലോ ഒരു സൂപ്പർ മാർക്കറ്റിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന അയാളുടെ കാറിന്റെ ഡോർ ഹാൻഡിൽ തുടച്ചു. മറ്റൊരു ദിവസം അയാൾ ഉപയോഗിച്ച ഒരു ടിഷ്യൂ പേപ്പർ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. നിഴൽ പോലെ പിന്തുടർന്ന അന്വേഷണ സംഘം ആ ടിഷ്യൂ പേപ്പറും കാറിന്റെ ഹാൻഡിലിൽ നിന്നുള്ള സാമ്പിളുകളും രഹസ്യമായി ശേഖരിച്ചു. അവർ ആ സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചു. ആ നിമിഷത്തിനായി ലോകം കാത്തിരിക്കുകയായിരുന്നു. ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നു. 100% കൃത്യത. 40 വർഷം മുമ്പ് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച DNAയും ഡി ആഞ്ചലോയുടെ ടിഷ്യൂ പേപ്പറിൽ നിന്നുള്ള DNAയും ഒന്ന് തന്നെയായിരുന്നു. 2018 ഏപ്രിൽ 24 സാക്രമെന്റോയിലെ ഡി ആഞ്ചലോയുടെ വീടിന് മുന്നിൽ പോലീസിന്റെ വണ്ടികൾ ഇരച്ചെത്തി. 72 വയസ്സുള്ള ശാന്തനായി ജീവിച്ചിരുന്ന ആ വൃദ്ധനെ പോലീസ് വളഞ്ഞു. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് വിശ്വസിച്ച ജോസഫ് ജെയിംസ് ഡി ആഞ്ചലോ വിലങ്ങണിഞ്ഞു. അയാളുടെ മുഖത്ത് ഞെട്ടലും അമ്പരപ്പുമായിരുന്നു. 40 വർഷത്തെ അയാളുടെ ഒളിച്ചുകളി അവിടെ അവസാനിച്ചു. കോടതിയിൽ ഡി ആഞ്ചലോ തന്റെ കുറ്റകൃത്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. വധശിക്ഷ ഒഴിവാക്കാനായി അയാൾ പോലീസുമായി കരാറിലെത്തി. ഇന്ന് 81 വയസ്സുള്ള ജോസഫ് ജെയിംസ് ഡി ആഞ്ചലോ കാലിഫോർണിയയിലെ സ്റ്റേറ്റ് ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഗോതമ്പുണ്ടയ്ക്ക് പകരം അമേരിക്കൻ ജയിലുകളിൽ ലഭിക്കുന്ന എന്തോ ഒരു ഉണ്ട കഴിച്ച് അയാൾ മതിലുകൾക്കുള്ളിൽ കഴിയുന്നു. അയാൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങില്ല. ഈ കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു. DNA ജീനിയോളജി ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കേസാണിത്. ഇതിനുശേഷം ദശാബ്ദങ്ങളായി തെളിയാതെ കിടന്ന 100 കണക്കിന് കോൾഡ് കേസുകളാണ് ലോകമെമ്പാടും ഈ രീതിയിലൂടെ തെളിയിക്കപ്പെട്ടത്. കുറ്റവാളികൾ എത്ര കരുതലോടെ കുറ്റം ചെയ്താലും കാലം മാറുമ്പോൾ ശാസ്ത്രം അവർക്ക് മുന്നിൽ ഒരു വലിയ കെണിയായി മാറും എന്നതിന്റെ ഒരു തെളിവാണ് ഗോൾഡൻ സ്റ്റേറ്റ് കില്ലറുടെ കഥ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മുടെ ഒരു ചെറു DNA തരി പോലും വരും തലമുറയിൽ ആരുടെയൊക്കെയോ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നേക്കാം. എന്താണ് ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.